അങ്ങനെ ജണ്ടാല നടുള്ള ഒരു പൽക്കൈട്ടാകുമ്പത്തുകു മുഹാജിറായ സഹാബി അൻസാരിയായ ഒരു സഹാബിരെ പെരടി കൊറട്ടി അടിക്കിറയൽ. അപ്പൊ അടിച്ചപ്പ അൻസാരിയായ സാഹിബ് കർസ വന്നു. അൻസാരിയായ സാഹിബ് എന്താക്കിയത്, യാ അഹ്ലൽ അൻസാർ, യാ അൻസാർമാരെ ബറു ഇട്ട് വിളിച്ചു. അപ്പൊ ഇയാൾ എന്താക്കിയത്, യാ അഹ്ലൽ മുഹാജിരീൻ ബറു ചൊന്ത് ഇയാൾ വിളിച്ചു. അപ്പൊ നോക്കൊരു ജണ്ട് വിളി, അൻസാർമാരെ ഇയാൾ വിളിച്ചിട്ട് മുഹാജിർമാരെ ഇയാൾ വിളിച്ചു. അങ്ങനെ ജണ്ടാല നാട്ടിലൂടെ ഇങ്ങ ഒരു ടീം ഇങ്ങൊരു ടീം ജണ്ടാൽ മുസ്ലിം ഇങ്ങനെ നടുലേറ്റിക്കരി സംഭവിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് വിഷയത്തിത്ത് അവിടെ ജണ്ടാല് സഹാബിരങ്ങൾ നാട്ടിൽ ഫൈറ്റ് ആയിട്ടുണ്ടു. മുഹാജിർമാരും അൻസാർമാരും നാട്ടിൽ അങ്ങ് ഗലಟಾಕಿ ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಬೇಗ ಓಡಿಟ್ಟೈಲ್ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കേട്ടെന്തരെ, മാ ബാലു ദഅവൽ ജാഹിലിയ്യ, നിങ്ങൾ എന്തിരി ഇത് ബിൽച്ചു കളിക്കരി, ജാഹിലിയത്ര ബിലിയ നിങ്ങൾ ബിൽച്ചോ ഉള്ളി എന്ದ್ರ അവസ്ഥ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടിಗೆ കേക്കരുത് നമുക്ക് അവിടെ കാണും. അങ്ങ് ബിൽച്ചതേറ്റിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ಯಾರ ಅರ್ಸವನ್ನ ನೋಕರು ಅಂಗಲೆ ಜಂಡ ಅಲ್ಲ ನೋಡ್ಲು ಅಂಗ ಏ ಮದೀನತ್ತಂಗಂಟಲ್ಲ ಬಿಲ್ಚೆ ಅಲ್ಲ ಹಿಂಗ ಮಕ್ಕತ್ತಂಗಂಟಲ್ಲ ಬಿಲ್ಚೆ അല്ലാഹു സുബ്ഹാനഹു തആല പ്രശംസാക്കിട്ട് കൊടുത്തതായ ഒരു ടൈറ്റിൽ അല്ലെ മുഹാജിർമാരും അൻസാറുമാരും ചൊന്ത അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ പ്രശംസിച്ചു കൊടുത്തതായ ഒരു ടൈറ്റിൽ എത്തിക്കരുത്. ആ ടൈറ്റിലിന്റെ പേരിൽ ഇങ്ങെന്താക്കിയാറ് കക്ഷിത്വ കാട്ടിയാ ഒരേ ആദർശത്തിലുള്ളങ്ങ ഒരേ ഒട്ടിಗಿನ್ನಂಗ മുസ്ലിമായിട്ടുള്ള ഒട്ടിಗಾയിട്ടിക്കറಂಗ അങ്ങെന്താക്കിയാറ് പരസ്പര കക്ഷിത്വ കാട്ടിട്ട് മുഹാജിർമാർണಂಗ അൻസാറുമാർ ചൊന്തിങ്ങ ಬೇರೆ ಬೇರೆ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅದು ಜಾಹಿಲಿಯತರ ಬಿಲಿಂಟೆ ಇತ್ತಿಕ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್ ವಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ರಸೂಲಿಲ್ ಕರೀಂ ವಅಲಾ ಆಲಿಹಿ ವಸಹ್ಬಿಹಿ ಅಜ್ಮഈನ್ ವಮನ್ ತಬಿಅಹುಂ ಬಿಇಹ್ಸಾನಿನ್ ಇಲಾ ಯೌಮಿದ್ದೀನ್ ಅಮ್ಮಾ ಬಅದ್. തീർച്ചയായിട്ടും സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ സഹോദരന്മാരെ സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു തആല പേടിച്ച് ജീവിക്കുന്ന ചൊന്തു സ്വന്തത്തെ മറക്കാണ്ടെ കൂടെ കൂടിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരോട്ടും വസിയത്താക്കര ഉപദേശിക്കര. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവന്റെ പേടിച്ച് ജീവിക്കരെ മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കുക. മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമರು ಜೀವನ ಚರಿತ್ರೆ ವಿಶದೀകരിಸಿರುದಾಯೋ ಈ ಕ್ಲಾಸ್ರೆ 62ാമത്തെ ക്ലാസ്സിലെത്തിക്കര ഞങ്ങളുടെ ഒട്ടിಗೆ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ ചൊന്നുവെച്ച വിഷയ ഗസ്വത്തു ദാത്തുർ റിഖാഅ വിഷയം ഞങ്ങൾ മനസ്സിലാക്കി തിന്ന. അതിൽ പിന്നെ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹറു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മംഗലായ വിഷയം, അതിൽ പിന്നെ ഹിജാബ് ആയത്ത് നാസിലായ വിഷയം അല്ല ഞങ്ങൾക്കൊറിയ മനസ്സിലാക്കി വെച്ചിരുന്ന. ഇതെല്ലാം നടന്നത് ഹിജ്റ 4ാമത്തെ വർഷത്തിലേറ്റിക്കർ. ഇനി ഹിജ്റ 5ാമത്തെ വർഷത്തിൽ നടന്നതായ കൊറിയ സംഭവത്തെ വിശദീകരിക്കുകയെത്തിക്കർ ഞാൻ ഉദ്ദേശിക്കറ്. ഹിജ്റ 5ാമത്തെ വർഷത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം എത്തിക്കർ ഗസ്വത്തു ബനുൽ മുസ്തലിഖ്. ഗസ്വത്തു ബനിൽ മുസ്തലിഖ്, ബനു മുസ്തലിഖ് യുദ്ധ ചൊല്ലെ അറിയപ്പെട്ട ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തിൽ നടന്നതായ വലിയൊരു സംഭവം എത്തിക്കുന്നത്. അതിൽ പിന്നൊരു പേരെന്തേ ഗസ്വത്തുൽ മുസൈരിയ. മുസൈരിയ ചൊല്ലെ ഒരു കണിവെന്ത് ആ കണിവരവിടെ നടന്ന സംഭവമായ സബുലു ഗസ്വത്തു മുസൈരിയൻറ്റും ഇതൊക്കെ പേരുണ്ടു. അതേപോലെ ഗസ്വത്തു ബനിൽ മുസ്തലഖുണ്ടും ഇത് പേര് അറിയപ്പെട്ട ഒരു യുദ്ധ ഇട്ടിക്കരുത്. അതായത് ബനു മുസ്തലഖ് ഗോത്ര തങ്ങളൊട്ടിಗೆ നടന്നതായ ഒരു യുദ്ധ ഇട്ടിക്കരുത്. ബനു മുസ്തലഖ് ഗോത്ര മക്കത്തെ മുട്ടത്തിൽ ഇന്ന ഒരു ജാഗ ഒരു മരുഭൂമിയിലെ ബദ്ദുവായിട്ടുള്ള കൊറിയ ആൾമാർ അങ്ങ മക്കത്തെ കൊറിയ ദൂരത്തിൽ ഇന്നെ ഒരു ഗോത്ര ഇത്തിന്നങ്ങ മക്കത്തും മദീനത്തെ ഇടല് മക്കത്തിന് മുട്ടായിട്ടിന്നെ ഒരു റായത്തിന്ത് അങ്ങനെ ഗോത്ര ഇന്നെ ഒരു ജാഗത്തിന്തത് ബനുൽ മുസ്തലിഖ്. അങ്ങോട്ടേക്ക് യുദ്ധാക്കുക ചൊമ്മ റീസൺ ഉണ്ട്. മുസ്ലിമീങ്ങൾ അങ്ങോട്ടേക്ക് യുദ്ധാക്കുള്ള കാരണം എന്താ? ഒന്നാമത്തേത് മുസ്ലിമീങ്ങളൊട്ടിಗೆ പകെ വെച്ച് നടന്നു ഇന്ന ആൾമാർ ഭയങ്കര ശത്രുവായിട്ട് ഇന്നെ ആൾമാർ ഇട്ടിക്കാറ് ഈ ബനു മുസ്തലിഖ് ഗോത്രത്താണ്. കാരണം അങ്ങനെ പകെ ഇക്കുള്ള കാരണം എന്തേ? ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് മക്ക മുശ്രിക്കുമാരെ പ്രധാനപ്പെട്ട 3 ബിംബം എന്തിരെ ലാത്ത ഉസ്സ മനാത്ത അല്ലെ. മനാത്തരെ സംരക്ഷിച്ചു ഇന്ന ആൾമാർ ഈ ബനു മുസ്തലിഖ് ഗോത്രത്താണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനാത്തരെ വിരുദ്ധമായിട്ട് പൽക്ക പറയുമ്പോഴത്തേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മനാത്തരെ വിഷയത്തിൽ അത് എന്തിനുള്ള ആരാധിക്കപ്പെടുക തീരാച്ചൊന്തുള്ള ഖുർആന്റെ ആയത്തെല്ലാം നാസിലായത് സൂറത്തുൻ നജ്മിൽ നമുക്ക് കാണും അല്ലെ. വമനാത്ത സാലിസത്തുൽ ഉഖ്റ, മൂന്നാമത്തേത് മനാത്ത അതിൽ ആരാധിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക തീരാച്ചൊല്ലെ ആ ആയത്തെല്ലാം നാസിൽ അവിടുത്തെ കാണും. അപ്പൊ ഇതിലെല്ലാം ഇൻകെന്തായിട്ട് മുസ്ലിമുകളൊട്ടിಗೆ ഭയങ്കര അർസ വന്നോ ഇന്ത്. അത് മാത്രമല്ല ഉഹുദ് യുദ്ധത്തിൽ മക്ക മുശ്രിക്കുമാർക്ക് സപ്പോർട്ട് ആക്കിയിട്ട് മുസ്ലിമുകളെ എതിർ പ്രവർത്തിച്ചങ്ങ ആറ് ബനു മുസ്തലിഖ് ഗോത്രത്തങ്ങ. അപ്പൊ ഇങ്ങനെയുള്ള ഇക്കരെ ഒരു അവസ്ഥയായിട്ട് മാത്രമല്ല ഷാമര ഭാഗത്ത് ഇങ്ങ കച്ചവടത്തേക്ക് പോകുമ്പോൾ മുസ്ലിമീങ്ങ മദീനത്തിൽ എന്താക്കാറ് മുശ്രിക്കീങ്ങളെ കച്ചവട സംഘത്തെ പിടിച്ചുകൊള്ളാറ്. അപ്പൊ മക്ക മുശ്രിക്കുമാർ കച്ചവട സംഘത്തെ പിടിക്കലൊട്ടിക്കും ഇങ്ങനെ എന്താക്കിയാറ് കൊറിയ കച്ചവട സംഘത്തെ പിടിച്ചോണ്ടും തടഞ്ഞോണ്ടല്ല ഇന്നാർ. അപ്പൊ ഇതിലെല്ലാത്തിലും ഇങ്ക് ബനു മുസ്തലിഖ് ഗോത്രത്തങ്കെന്ത് മുസ്ലിമീങ്ങളൊട്ടിಗೆ ഭയങ്കര ശത്രുത്വം ഉണ്ട്. അപ്പൊ ಅದಕ್ಕೆ ಇತ್ತು ಹಿಂಗೆಂದಾಕಿ ಇನ್ನಾರು ಮೆಲ್ಲ ಪ್ಲಾನ್ ಹಾಕಿ ಇನ್ನಾರು ಬನು ಮುಸ್ಲಿಮ್ ಗೋತ್ರತಂಗ ಮದೀನತ್ತಿಗೆ ಬಂತು ಮುಸ್ಲಿಮೀങ്ങളെ ಅಟ್ಯಾಕ್ ಹಾಕೋಣ
അങ്ങനെ കൊല്ലണോ അങ്ങനെ നാശാക്കണോ ചൊല്ലേ രഹസ്യമായിട്ടുള്ള സീക്രട്ട് പ്ലാന് നടന്നു പോയിട്ട്. അപ്പൊ ഈ പ്ലാന് ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷയെത്തിത്ത്, നബിക്ക് പിടിയിത്ത്, എങ്ങനെമാ ഒരു കാരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഗൊന്തയിത്ത്. അപ്പൊ ഇത് ഒക്ക അല്ലേ ചൊന്തു സ്ഥിരീകരിക്കുക, ഈ ഒരു പ്ലാൻ ഞങ്ങളത് നടന്നോ ഉള്ളത് ഇത് ഒക്ക അല്ലേ ചൊന്തു ഇത് ഗൊന്താവണല്ലേ. അപ്പൊ അത് കഴിത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിരെ സെലക്ട് ആക്കിയിട്ട് ആ സഹാബിരെ ആ ಜಾಗಕ್ಕೆ കടത്തിತ್ತು. ಅದು ಒಕ್ಕ ಅಲ್ಲೇ ಚೊಂತು ನೀನು ಎಂದಾಕಿ ಬರ್ನು ಅದು ಕನ್ಫರ್ಮ್ ಆಕಿ ಬರ್ನು. ಆ ಸಹಾಬಿ ಬುರೈದತ್ತಿಬುನು ಬುರೈದತ್ತಿಬುನುಲ್ ಹಸೀಬ್, ಬುರೈದತ್ತಿಬುನು ಹಸೀಬ್ ಚೊಲ್ರೆ ಸಹಾಬಿ ತಿಕ್ರು ಈ ಸಹಾಬಿ. അങ്ങനെ ഈ സഹാബി എന്താക്കർ അവിടെ പോണ്ടു ബനൂ മുസ്തലഖ് ഗോത്രത്തെ ലീഡർ ആയിത്തിന്നെ ഹാരിസത്തിബുൻ അബീ ദിറാർ. ഹാരിസത്തിബുൻ അബീ ദിറാർ ഈ പേര് നിങ്ങൾ ನೆನಪು ಬೇಕು. ഹാരിസത്തിബുനു അബീ ദിറാർ ഇയാൾ തിക്ർ ബനൂ മുസ്തലഖ് ഗോത്രത്തെ ലീഡർ. അപ്പൊ ബനൂ മുസ്തലഖ് ഗോത്രത്തെ ലീഡർ ആയിട്ടുള്ള ഹാരിസരെ ഇയാൾ ബുറൈദ ചൊല്ലി സഹാബി പോയിട്ട് മീറ്റായിട്ട് ഇയാൾ എന്താ സഹാബി അല്ലാത്ത രൂപത്തിലേക്ക് തിക്ർ പോണ്ടേ പോയിട്ട് ഇങ്ങനെ എന്താക്കറി കേക്കറി നിങ്ങ മദീനത്തെ അറ്റാക്ക് ആക്കുന്നുണ്ട് വിഷയം ഉണ്ടു, അപ്പൊ ഞങ്ങളും കുറെ സൈൻ ഉണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ആക്കാറല്ല ചൊന്തുള്ളേ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു പൽക്ക. അപ്പൊ ഇയാളുടെ പൽക്ക കേട്ടിട്ട് ഇയാൾ എന്താക്കിത്ത് ಅದಕ್ಕೆ തക്കൻ ആൻസർ ആക്കിത്ത ഒക്കു അങ്ങനെ പ്ലാൻ ഉണ്ടുണ്ടല്ല ചൊന്തു. അപ്പൊ പ്ലാൻ ഉണ്ടുണ്ടല്ല വിഷയം കിട്ടിയിട്ട് പിന്നെ ഇയാൾ എന്താക്കിത്ത് ബുറൈദ ചൊല്ലി ഈ സഹാബി ഓക്കെ ನಾನು എൻ്റെ സൈന്യത്തെ കുട്ടിയ പണ്ട ചൊന്തു ഇയാൾ എന്താക്കറി പോണ്ടു. അങ്ങനെ മദീനത്തുക്ക് പണ്ട് മദീനത്ത് ಬಂತ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ വിഷയ ചൊല്ലു. അങ്ങനെ പ്ലാൻ ആക്കിയത് ഓക്കെ അവിടെ മദീനത്തെ അറ്റാക്ക് ആക്കുകയും മുസ്ലിമിങ്ങളെ കൊല്ലുകയും പ്ലാൻ ആയിട്ടുണ്ടു ചൊന്തു ഇയാൾ എന്താക്കറി ആ സംഭവത്തെ ആ ഒരു പ്ലാൻ ಖಚಿತപ്പെടുത്തുന്നത് കൺഫേം ആക്കുക. അപ്പൊ ഇതിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 200 സൈന്യത്തെ റെഡിയാക്കറി, 200 ആൾമാരെ 700 ആൾമാർ ഉള്ള ഒരു സൈന്യത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റെഡിയാക്കി. അങ്ങനെ റെഡിയാക്കിയിട്ട് മദീനത്തെ എന്താക്കറി ബനൂ മുസ്തലഖ് ഗോത്രത്തോടേക്ക് പോകണം അല്ലെ. അങ്ങ് ഇപ്പറ ಬಂಡೇക്ക് ಮೊದಲು അപ്പുറത്ത് പോയിട്ടുള്ളേ അറ്റാക്ക് ആക്കുകയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാറത്തേക്ക് ഉദ്ദേശിക്കുന്നത്. കാരണം മദീനത്തേക്ക് ಬಂತ അറ്റാക്ക് ആക്കി അവിടെ പെഡിങ് ഉള്ളാറ് മക്കുള്ളാറ് അതേപോലെ മദീന ചൊല്ലി റായനാശ അവിടെ. അപ്പോൾ ಬಂಡೇക്ക് ಮೊದಲು അങ്ങ് അപ്പുറത്ത് പോയിട്ട് എന്താക്കുക അറ്റാക്ക് ആക്കുക ചൊല്ലി ആ ഒരു ഉദ്ദേശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 700 ആൾമാരെ കൂട്ടിയോണ്ട് പോകും. ഈ സൈന്യത്തെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, എപ്പത്തും ഇല്ലാത്ത എല്ലാ യുദ്ധത്തും ഇല്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി ഈ സൈന്യത്തിലുണ്ട്. എന്ത് മുനാഫിക്കുമാർ യാറത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയ ഒരു സൈന്യത്തിക്ക് ഈ സൈന്യം ഏത് ബനൂ മുസ്തലഖ് ഗോത്രത്തെ അറ്റാക്ക് ആക്കി പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 700 സൈന്യത്തെ റെഡിയാക്കിയപ്പോ ഇതില് യാറ് മുനാഫിക്കുമാർ എന്താക്കിനാറ് പാർട്ടിസിപ്പേറ്റ് ആക്കിനാറ്. എന്ത് കൈത്ത് സാധാരണ മുനാഫിക്കുമാർ യുദ്ധത്തിൽ നിന്ന് പെറോജാറ് തെറ്റിക്കർ കാണ്ടി യുദ്ധത്തിൽ വിൽക്കുമ്പോ മടിയേറ്റ് എന്താക്കുക പെറോ കൊണ്ടാറ് എന്തേ ഒരു കാരണത്തിൽ ജാറാറ്. മാത്ര ഈ യുദ്ധത്തിൽ ഉണ്ടാക്കിയാറ് മുനാഫിക്കുമാർ യാറത്തിൽ അങ്ങ് പാർട്ടിസിപ്പേറ്റ് ആക്കി. അതിൽ പ്രധാനപ്പെട്ട മുനാഫിക്കുമാർ ലീഡർ സമയത്ത് ആറ് അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ അവന് സമയത്ത് ഈ സൈന്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കി തിന്ന. അപ്പൊ എന്ത് കൈത്ത് ഈ യുദ്ധത്തിൽ മുനാഫിക്കുമാർ യാറത്തിൽ കൂടോ കാരണം അതിൽ 2 കാരണത്തേക്ക് ഉലമാക്കന്മാർ ചൊല്ലു. ഒന്നാമത്തേത് ഉഹുദ് യുദ്ധത്തിൽ അങ്ങ് എന്താക്കിനാർ പെറോജാറിനാർ മുനാഫിക്കുമാർ പാതിത്തെറുള്ളൂ പോയിട്ട് ഇന്നങ്ങില്ല ചൊന്തു അങ്ങ് എന്താക്കിനാർ പെറോജാർ. അപ്പൊ ಅದರವರು ಏಸಿಗೆ ಅಂಗಳೊಟ್ಟಿಗೆ ಇಂತು ಅಪ್ಪ ಅದಂದಾಕರು ಅವಡಿಗೆ ಅವ್ರನ್ನು ಸಮಾಕುಗು ನಂಗೆ ಯುದ್ಧಕ್ಕೆ ಬಂಡಂಗ ಚೊಂತು ಕಾಟುಗೈಟ್ ಔಡ್ರವಡಿಗೆ ಸಮಾಕುಗೈಟ್ അങ്ങനെ. രണ്ടാമത്തേത് എന്താ വെച്ചാൽ നിങ്ങൾ അങ്കൊരു അന്താജിന്ത് ഈ യുദ്ധത്തിൽ എന്തായാലും മുസ്ലിം ഇങ്ങ് വിണ്ണാവിടാറ്. അപ്പൊ ഗനീമത്ത് സ്വത്ത് ഭയങ്കര നമുക്ക് കിട്ടുക ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു അന്താജ് ഇന്തും അങ്ങനെ ആ ഒരു അന്താജിന്റെ സബലൈറ്റിക്കറ് ഈ എല്ലാ കാരണത്തിലേറ്റിക്കറ് മുനാഫിക്കുമാർ ആ സൈന്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കോ. കാരണം യഥാർത്ഥത്തിൽ മുനാഫിക്കുമാർ യുദ്ധത്തിൽ ബറാൻ ടിക്കറുതായിട്ടിക്കർ ഹൈർ അങ്ങ സൈന്യത്തൊട്ടിക്ക് കൂടാൻ ടിക്കറുതായിട്ടിക്കർ ഹൈർ. തബൂക്ക് യുദ്ധത്തെ സന്ദർഭത്തിൽ മുനാഫിക്കുമാർ ಎಲ್ಲ പെറോജാറിനാർ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലற ഒരു പൽക്കൊണ്ടു നബിയെ അങ്ങ ബറാൻ ടിക്കറുതായിട്ടിക്കർ ഹൈർ. കാരണം മുസ്ലിമീങ്ങക്ക് ഉപ്പദ്രാക്കുകയെ ബണ്ടേ അങ്ങ് ബന്നെങ്കിൽ മുസ്ലിമീങ്ങക്ക് ഉപ്പദ്രമേ അല്ലാണ്ട് ഉപകാര ഇല്ല. അപ്പൊ അതേപോലെ ഇതിലെന്താവിടും ഈ ബനൂ മുസ്തലിഖ് യുദ്ധത്തിൽ അങ്ങനെ കാരണത്തിൽ എത്രമാ ഉപ്പദ്ര സംഭവിക്കരുത് നമുക്ക് ഈ ഒരു യുദ്ധത്തിൽ കാണാൻ സാധ്യം. അപ്പൊ ഏതായെങ്കിലും എന്താക്കിത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 700 സൈന്യത്തെ പിടിച്ചോണ്ടേ 700 ആൾമാരെ കൂട്ടിയിട്ട് ബനൂ മുസ്തലഖ് ചൊല്ലற ആ ഒരു ഗോത്രത്തെ മുട്ട പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിറങ്ങ അതെ ആ അൽ മുസൈരി ചൊല്ലെ കണിവേര അവിടെ പോയിട്ട് അവിടെ നോക്കിയപ്പ അതൊരു ദുഹാ ടൈം എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിറങ്ങ എത്തിയേ. ആ ഒരു ദുഹാ ടൈമിൽ എത്തിയപ്പ നമുക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസിലെ നമുക്ക് കാണേണ്ടത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലറെ ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗാറ അല ബനി അൽ മുസ്തലഖ് വഹും ഗാറൂൻ. ബനൂ മുസ്തലഖ് അങ്ങ് വിയർച്ചിട്ടേ ഇല്ല. ഇപ്പൊ മുസ്ലിമീങ്ങളെ ಬಂತು ഞങ്ങൾ അറ്റാക്ക് ആക്കാൻ ചൊന്നങ്ങ വിയർച്ചിട്ടേ ഇല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മുസ്ലിമീങ്ങ ಬಂತು അറ്റാക്ക് ആക്കുക.
ಅದೇ ಟಿಕ್ಕರ್ ಚೊಳ್ಳು ವಹುಂ ಗಾರು ನಂಗೆ ಅಶ್ರದ್ಧಲಿಂದಾರು ಬನು ಮುಸ್ಲ ಗೋತ್ರತ್ತಂಗ ಅಶ್ರದ್ಧಲಿಂದಾರು ವನ್ ಆಮುಹುಂ ತುಸ್ಕಾ ಅಲಲ್ ಮಾ അങ്ങനെ എന്തിരെ കന്നുകാലിക്ക് അങ്ങ തന്നി കൊടുത്തു ഇന്ന സന്ദർഭത്തിൽ അശ്രദ്ധലിന്നെ അതേപോലെ അങ്ങനെ ആയുധമുള്ള കയ്യിലില്ലാത്ത സന്ദർഭത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ സഡൻ പോയിട്ട് അങ്ങനെ അറ്റാക്ക് ആക്കുക. ആ അറ്റാക്ക് ആക്കുന്നതില് എന്തായിട്ടില്ല, വലിയ ഒരു യുദ്ധം നടന്നിട്ടില്ല, മാത്രം ചെറിയ ഒരു ഘർഷണ നടന്നത്, ചെറിയ ഒരു അടിപിടി നടന്നത്. ആ അടിപിടിയില് ബനു മുസ്തലഖ് ഗോത്രത്തെ 7 ആൾമാർ മറിച്ചാർ. 7 ആൾമാർ മറിച്ചാറ്. ബാക്കിന്നെ 100 ചില്ലറ ആൾമാർ ബന്ദിയാക്കി. പെണ്ണുങ്ങളും അതേപോലെ ബാക്കി ഞങ്ങളെ അങ്ങനെ എന്താക്കിയിട്ട് ബന്ദിയാക്കിയാർ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഒരു സഹാബിയെ ടിക്കർ മരണപ്പെട്ടു, ഒരേ ഒരു സഹാബി. ആ സഹാബി മരണപ്പെട്ടത് ആരുടെ കയ്യിൽ? അത് മുശ്രിക്കീങ്ങളെ കയ്യിലല്ല, മുസ്ലിമീങ്ങളെ കയ്യിലെ തപ്പിട്ട് എന്തായി ആ സഹാബി മരണപ്പെട്ടു. അതായത് നജ്ജാർ ഗോത്രത്തെ സഹാബിയെ തിന്ന ഒരു സഹാബി, അയാള് ബില്ലുബാൻ അടിക്കുമ്പോൾ എന്താക്കി തപ്പിട്ട് ഇയാൾക്ക് ബൂന്തു. ആ മറിച്ച സഹാബി ആർ ഹിഷാം ഇബ്നു സുബാബ. ഹിഷാം ഇബ്നു സുബാബ ചൊല്ற സഹാബിയെ ടിക്കർ ആ ബനു മുസ്തലഖ് യുദ്ധത്തിൽ മരണപ്പെട്ടു, മുസ്ലിമീങ്ങളെ കയ്യിൽ മരണപ്പെട്ടു. അത് പിന്നെ അതിന് ദിയ കേക്കുകയിട്ട് മക്കത്തിൽ നിന്ന് ഇയാളുടെ കുടുംബത്തങ്ങ പണ്ടാറ് നബിര മുട്ട. പിന്നെ മദീനത്ത് പോയാൽ പിന്നെ മക്കത്തെ ഇങ്ങനെ കുടുംബത്തെ ആറ് സഹോദര മിഖിയാസ് ഇബ്നു സുബാബ ചൊല്ற ആള് എന്തിരെ നന്റെ സഹോദരരെ നിങ്ങൾ കൊന്നാറ് ചൊന്തു, അത് ദിയ തറന്നു ചൊന്തു എന്താക്കര് അങ്ങ നബിര മുട്ട പണ്ടാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ന്യായ കാട്ടുറാൾ, നീതി കാട്ടുറാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, ഓക്കെ നിങ്ങൾ അത് കേൾക്കരുത്, നിങ്ങൾ ഒരു ന്യായ ഇട്ടിക്കര്, നിങ്ങൾക്ക് കിട്ടണായി ഹക്ക ഇട്ടിക്കര്. അങ്ങനെ സബಲು ബനു നജ്ജാർ ഗോത്രത്തെ മുട്ട ആല കടത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട് അതിരെ ദിയ കൊടുത്തു കടത്തുകയിട്ട് ചൊന്തു. അങ്ങനെ ബനു നജ്ജാർ ഗോത്രത്തെ എന്താക്കിയാറ് 100 ಒಂಟರೆ കൊടുത്തു കടത്തിയ. 100 ಒಂಟೆ ഒരാൾ കൊന്നെങ്കിൽ തപ്പിട്ട് കൊന്നെങ്കിൽ 100 ಒಂಟೆ ഇട്ടിക്കര് അതിരെ ദിയ. അങ്ങനെ 100 ಒಂಟೆ അങ്ക് കൊടുത്ത് അയാൾ മിഖിയാസ് ഇബ്നു സുബാബയുടെ കയ്യിൽ കൊടുത്തിട്ടു ഇങ്ങടത്ര. അപ്പൊ ഈ 100 ಒಂಟರೆ പിടിച്ചോണ്ട് ഇയാൾ പോകുമ്പോഴത്തേക്ക് ഒട്ടിಗೆ നബി എന്താക്കര് ഒരു സഹാബിനും കടത്തറ് അയാളൊട്ടിಗೆ തെരുകാട്ടുക അല്ലെങ്കിൽ അതിരെ കൂട്ടിയ പോക എന്താ കടത്തറ്. ഇയാൾ എന്താക്കര് പാതി തെരുള്ള ആ സഹാബിനെ കൊല്ലു. ആ സഹാബിരെ കൊന്നിട്ട് ഇയാൾ തപ്പാട്ടിട്ട് ആ 100 ಒಂಟರೆ മക്കത്തേക്ക് എടുത്തു പോകും. അപ്പൊ ഇതിര ഒരു എന്തിരിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിരെ ഒരു റിവെഞ്ച് എടുക്കുകയെന്ന്. അങ്ങനെ ഇത്തിക്കർ മക്ക പത്തുകിற സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക ചില ആൾമാരെ നോട്ടാക്കി തിന്ത് ഇന്നാല കണ്ണൻ കൊല്ലണു ചൊന്തു. കാരണം അങ്ങ് അത്ര വലിയ അക്രമമായി തിക്കർ അങ്ങ് ആക്കിരി. ചെറിയ അക്രമം എന്തോല്ല, വഞ്ചന ചതിൽ ഒരാളെ കൊല്ലുരെ ചെന്നെങ്കിൽ അത് നിസ്സാര കാര്യമല്ല. അപ്പൊ അതിൽ പെട്ട ഒരാളെ ടിക്ക് ഈ മിഖിയാസ് ഇബ്നു സുബാബ ചൊല്ற ആൾ ഇയാളെ കണ്ടോടെ നിങ്ങൾ കൊല്ലുന്നുണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്തുകിற സന്ദർഭത്തിൽ ചൊന്തിന്ത്. അപ്പൊ ഏതെങ്കിലും അതേ ടിക്കർ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാണാൻ സാധ്യത. ഏതെങ്കിലും ഞങ്ങൾ അവിടെ ബനു മുസ്തലഖ് ഗോത്രത്തെ ആ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ പറ. അങ്ങനെ ഇവിടെ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഒരു സഹാബി മാത്രമേ ടിക്കർ മരണപ്പെട്ടു, ഹിഷാം ഇബ്നു സുബാബ. അങ്ങനെ അവിടെ യുദ്ധ വലിയൊരു യുദ്ധമാണ്ടായി. ലാസ്റ്റ് മുസ്ലിമീങ്ങൾക്ക് എന്തായിട്ട് ചൊമ്മ വിയർച്ച പോലെമേ ഗനീമത്ത് സ്വത്ത് കിട്ടിത്ത്. 2000 ಒಂಟೆ അതേപോലെ 20,000 ചില്ലറ ആട് ഇതെല്ലാം മുസ്ലിമീങ്ങൾക്ക് കിട്ടിത്ത്. അതേപോലെ ചൊമ്മത്തെ ആൾമാർ മുശ്രിക്കീങ്ങളെ ചൊമ്മത്തെ ആൾമാർ ബന്ദിയായ ആ ബന്ദിയായതിരെ ബന്ദിയായ പിന്നെന്താ വിടാറ് മുസ്ലിമീങ്ങളെ അടിമ വിടാറ് അല്ലെ, അടിമയിട്ട് അങ്ങനെ കുട്ടിയെ പോണ്ടി. അപ്പൊ അടിമകളെ എല്ലാവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കര് അതിരെ ഡിസ്ട്രിബ്യൂഷൻ ഇന്ന ആൾക്ക് ഇന്ന ചൊത്ത് ഇങ്ങനെ ഒരാൾക്ക് ഒരു ഇങ്ങനെ അടിമരെ കൊടുക്കും. അതില് ബനു മുസ്തലഖ് ഗോത്രത്തെ ലീഡർ ഹാരിസ് ഇബ്നു പേരാന്ന് ചൊന്നേ ഹാരിസ് ഇബ്നു അബീ ലിറാറ. അയാൾ തപ്പാട്ടി ഓടിത്തിക്കർ, ലീഡർ തപ്പാട്ടി ഓടിത്തിക്കർ. അയാളുടെ മോളെ ഇട്ടിക്കറാറ് ജുവൈരിയ ബിൻത് അൽ ഹാരിസ്. ഞങ്ങൾ ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞായ പോണ്ടേ ജുവൈരിയ ബിൻത് അൽ ഹാരിസ് റളിയല്ലാഹു അൻഹ. അയിമ ഈ ബന്ദിമാരുടെ കൂട്ടത്തിൽ ബനു മുസ്തലഖ് ഗോത്രത്തെ ബന്ദിമാരുടെ കൂട്ടത്തിൽപ്പെട്ട് പെണിങ്ങായിട്ട്. ഇവരുടെ യഥാർത്ഥ പേര് ബർറ ಅಂತ ಇಟ್ಟಿಕ್ಕರು. ಅಬ್ಬುಮ್ಮ വെച്ച പേരെಂದ್ರೆ ബർറ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಮಂಗಿಲ പിന്നെ ഇട്ടിಕ್ಕರು പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേഞ്ച് ആക്കി, ജുവൈരിയ ചൊന്തു ചേഞ്ച് ആക്കി. ബർറ ചൊല്ലുന്ന പേര് എത്രമാ പെണ്ണിങ്ങളെ പേര് റസൂൽ എന്താക്കിയത് ചേഞ്ച് ആക്കിയത് നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പൊ അതിൽ പെട്ട ഒരു പെണ്ണിങ്ങായിട്ടിക്കറ് ഇവ ഫസ്റ്റ് ഒരു ಮಂಗಿಲ ഇട്ടിന്ത് അങ്ങനെ ഗോത്രത്തെ ഒരാള് മസാഫിഹ് ഇബ്നു അബി സഫ്വാൻ ചൊല്ലുற ആൾറെ അങ്ങനെ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ ഇമ ಮಂಗಿಲ ഇട്ടിന്ത്. അപ്പൊ ഈ ബനു മുസ്തലഖ് ഗോത്ര ഈ ബനു മുസ്തലഖ് യുദ്ധത്തിലെ ടിക്കറ് ഐമറ മാപ്പിള മരണപ്പെട്ടു. ഈമ ബന്ദിയാവും. അങ്ങനെ ബന്ദിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമമാരെ ಬೇರೆ ಬೇರೆ ಆಕಿಟ್ಟು ಇങ്ങനെ ಎಲ್ಲರಿಗೂ ಇങ്ങനെ കൊടുക്കുമ്പോ ഈമരെ കിട്ടാർക്ക് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹുവിന്റെ കയ്യിലേറ്റിക്കറ് ഈമ കിട്ടും. അങ്ങനെ ഈമരെ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു നിങ്ങൾ റിട്ടേൺ മദീനത്തേക്ക് പോയാൽ പിന്നെ മദീനത്തേക്ക് പോകേണ്ട നടുവിൽ കുറെ സംഭവങ്ങൾ നടക്കാതെ പിന്നെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ ഒരു ഈമരെ വിശേഷം ഒന്നിട്ട് പിന്നെ നമുക്ക് അവിടേക്ക് പോവാം.
അങ്ങനെ മദീനത്തേക്ക് വന്നതിൽ പിന്നെ ഈമെന്താക്കര് ജുവൈരിയ ബിന്ത് ഹാരിസ് റളിയല്ലാഹു അൻഹ സാബിത്ത് ഇബ്നു ഖൈസറോട് ചൊല്ലുന്നു, நான் இங்கு ഇത്ര ಎಂದ್ರ ತಂಡ ಸಂಪತ್ತು ತಂಡ, ನಾನು ಬನು ಮುಸ್ತಲ ಗೋತ್ರത്തെ ಲೀಡರ್ ಆയിട്ടുള്ള ഹാരിസിರ മോളെ ഇട്ടിക്കற, അപ്പൊ നിങ്ങൾക്ക് ഇത്ര നാ സമ്പത്ത് തന്നെങ്കിൽ നിങ്ങൾ എന്റെ ബുഡ്രാറ ಅದಕ್ಕೆ ചൊല്ലുற കിതാബത്ത് ഉണ്ടായിട്ടിക്കറ്. അങ്ങനെ കിതാബത്ത് ആക്കರೆങ്കിൽ ആക്കാം, പ്രോബ്ലം ഇല്ല. അങ്ങനെ ആരെങ്കിലും കിതാബത്ത് ആക്കിയെങ്കിൽ ಅವ್ರ ಅಡಿಮೆ ನಿങ്ങളೊಟ್ಟಿಗೆ ಇತರ ಸಂಪತ್ತು ನಾ ತಂಡ ಚೊಂತು ನಿങ്ങളೊಟ್ಟಿಗೆ ಚೊಂದೆಂಟಾಗಿ ಅದು ನೀವು ಅಗ್ರಿ ಹಾಕೋಣ ಚೊಂತ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತആല ಸೂರತ್ತು ನೂರ್ಲು ಚೊಲ್றது ನಂಗೆ ಕಾಣು. ಅಪ್ಪ ನಾನು ನಿಂಗೆ ಇತರ ಸಂಪತ್ತು ತಂಡ നിങ്ങൾ എന്റെ ബുഡ്രാർ. അപ്പൊ സാബിത്ത് ഇബ്നു ഖൈസ് പാവത്തെ ഒരു സഹാബി എത്തിക്കുക. അയാൾ ചൊന്തു ഓക്കെ നിങ്ങൾ നക്ക് ഇത്ര തണ്ടെണ്ടായെങ്കിൽ ഇത്ര ടൈം റൂൾക്ക് നിങ്ങൾ തണ്ടെണ്ടായി ഞാൻ നിങ്ങളെ മോചനാക്കറൻ. അങ്ങനെ എത്തിക്കറി ജുവൈരിയ റളിയല്ലാഹു അൻഹ ഈമ സീത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ಬಂಡು നോക്കൂ ಬಂಡೆ ನಬಿರು ಮುಟ್ಟ ನಬಿಗಳು ಖೈರ್ ಉಂಟು ಅಂಕ ಬಿಡಿಂತು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಹೆಲ್ಪ್ ആക്കാൻ ടിക്കില്ല ചൊന്ത ಅಂಕ ಬಿಡಿಂತು. മാത്രമല്ല ഈമ അൻസാർ എന്തായത് ഇസ്ലാം സ്വീകരിച്ചിരുന്നിട്ടും ഉലമാക്കന്മാർ ചൊല്றார். കാരണം ഈമ ಬಂತು നബിയുടെ പൽക്കവരുടെ സ്റ്റൈൽ അങ്ങനെ യാ റസൂലല്ലാഹ് ചൊന്ത ഇട്ടിക്കറി. അല്ലെങ്കിൽ സാധാരണ കാഫിർമാർ നബിയുടെ പേര് ഇട്ടിക്കറി ബിൽക്കിരി. മാത്രം ഈമ ബിൽക്കിരി അങ്ങനെ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടായിട്ടിക്കറി ബിൽക്കിരി. അപ്പൊ ഏതെങ്കിലും ഈമ അൻസാർ എന്തായത് ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഈമ എന്താക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ಬಂಡು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗത്ത് ಬಂಡು ആയിഷ റളിയല്ലാഹു അൻഹ റവാ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്റു ഹദീസിൽ നമുക്ക് കാണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്റേ ഒരു നാൾ സുബൈഗിനെ ബായിൽ കൊട്ട സൗണ്ട് കേട്ടിട്ട് ബായിൽ കൊട്ട സൗണ്ട് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ബിരി ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ അത് ജുവൈരിയ റളിയല്ലാഹു അൻഹ ആയിത്തിന്ത്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലുക ഫവല്ലാഹി മാ ഹുവ ഇല്ലാ അൻ റഅയ്തുഹാ അലാ ബാബി ഹുജ്റതി ഫകരിഹ്തുഹാ. ജുവൈരിയ റളിയല്ലാഹു അൻഹരെ നന്റെ ഔത്ര ബായിൽ കിടന്ന നോക്കിയപ്പോ നക്ക് ನನ್ನ മനസ്സിൽ ഒരു നഞ്ച് വന്ന്. എന്റെ നഞ്ച് വന്ന് ചെന്ന അയിമ അത്ര ചന്തത്തെ ഒരു പെണ്ണിങ് ആയിത്തിന്ത്. ജുവൈരിയ റളിയല്ലാഹു അൻഹ അത്ര ചന്തത്തെ അതേപോലെ നല്ല സ്വഭാവത്തെ ഒരു പെണ്ണിങ് ആയിത്തിന്ത്. അപ്പൊ സാധാരണ ഒരു പെണ്ണിങ് ചന്ത നന്നാട്ടി ആറ ചന്ത കാണുമ്പോഴത്തേക്ക് ഒരു നഞ്ച് ബണ്ട് സാധാരണ പെണ്ണിങ് അത് ഉള്ളതേറ്റിക്ക് മങ്ങിൽ തവിടെಲ್ಲ പോകുമ്പോൾ അത് ಅಂದಾಜಾവും ഉറക്ക ഒരു ഡ്രസ് ഇട്ടെങ്കിൽ പിന്നെ ഡ്രസ് ഇടില്ല, അതേ ഡ്രസ് ഇടില്ല, അതവൾ നോക്കിയാൽ പിന്നെ നെക്സ്റ്റ് ಬೇರೆ ഡ്രസ് വേണു, പിന്നെ ചന്തത്തിൽ നാന് ചന്താവണം, ഇങ്ങനെയുള്ള കുറേ ഇക്കറ് പെണ്ണുങ്ങളിനോട്. അപ്പൊ ഇത് സഹാബിമാരുടെ ജീവനത്തിലും സ്വാഭാവികം മനുഷ്യന്മാരെ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്റേ നാണെന്താക്കിയ നക്കൂർ നഞ്ച് വന്ന്. അങ്ങനെ ഈമ എന്താക്കറ് കാരണം ഈമ പൽക്കറിയ വേണ്ടാറൊട്ടിക്ക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി ബായിൽ ഓപ്പൺ ആക്കിയിട്ടാകുമ്പോഴത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് യാ റസൂൽ അല്ലാഹ് എന്ന് വിളിക്കുന്നത്. യാ റസൂൽ അല്ലാഹ് അല്ലാഹുവിന്റെ റസൂലെ അന ജുവൈരിയ ബിൻതു അൽ ഹാരിസ്, ನಾನು ഹാരിസിന്റെ മോൾ ജുവൈരിയ, ബനു മുസ്തല ഗോത്രത്തെ ലീഡർ ആയിട്ടുള്ള ഹാരിസിന്റെ മോൾ ജുവൈരിയ. അപ്പൊ നന്റെ വിഷയം എന്താ വെച്ചെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കരാറാക്കി ಬಂದರೆ സാബിത്ത് ഇബ്നു ഖൈസറൊಟ್ಟಿಗೆ ನಾನು ಇಂಕ ಇತ್ತರ ತಂಡೆ ಚೊಂತ ಇങ്ങനെ ಅಪ್ಪ ನೀ ಎಂದಾಕು ನಕ್ಕೆ ಹೆಲ್ಪ್ ಹಾಕು ಚೊಂತು ಈಮ್ ಎಂದಾಕ್ರಿ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರೊಟ್ಟಿಗೆ ಹೆಲ್ಪ್ ಕೇಕ್. ಅಪ್ಪ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಚಲ್ರಿ ಫಹಲ್ ಲಕಿ ಫಿ ಖೈರ್ ಮಿನ್ ದಾಲಿಕ್, ಅದರಕಾನ ಖೈರಾಯ ഒരു ವಿಷಯ ನಾನು ಇಂಕ ಚೊಂತರ್ಟ. ಅಪ್ಪ ಈಮ ಕೇಕ್ರು ವಮಾ ಹೋ ಯಾ ರಸೂಲ್ ಅಲ್ಲಾಹ್, ಅಲ್ಲಾಹು ರಸೂಲ್ ಅದಂದ್ರಿ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്റു അഖ്ലി കിതാബതക്, നിന്റെ നീ എത്ര കൊടുക്കുകൊണ്ട് ചൊന്നരമ അത് ഞാൻ കൊടുത്തു വിട്ടറെ. അതേപോലെ വഅതസവ്വജുകി, നിനക്ക് ഇഷ്ടമുണ്ടായെങ്കിൽ ഞാൻ എൻ്റെ മങ്ങിലവറെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്താക്കിയിട്ട് പ്രപ്പോസൽ അപ്പുറത്ത് കേട്ടിട്ട് നിനക്ക് ഇഷ്ടമുണ്ടായെങ്കിൽ ഞാൻ എൻ്റെ മങ്ങിലവറെ. ജുവൈരിയ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ആലോചന ആക്കിയിട്ടില്ല. അപ്പം ഈ ജുവൈരിയ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത് നാം യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ അപ്പൊ ജുവൈരിയ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ആലോചന ആക്കാണ്ട് നാം യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഞാൻ റെഡിയുല്ല, ഞാനിത് റെഡിയുല്ല. അങ്ങനെ ടിക്കറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചിട്ട് എന്താക്കുറേ ജുവൈരിയ റളിയല്ലാഹു അൻഹറോ മങ്ങിലവറെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജീവനത്തെ 8ാമത്തെ മങ്ങിലേറ്റിക്കറി ഇത് അല്ലേ. അപ്പൊ നബിയുടെ പിന്നെമാരുടെ എന്നോർക്കിടങ്ങ് എന്നാമ ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹ, രണ്ടാമത്തേത് സൗദ റളിയല്ലാഹു അൻഹ, മൂന്നാമത്തേത് ആയിഷ റളിയല്ലാഹു അൻഹ, നാലാമത്തേത് ഹഫ്സ റളിയല്ലാഹു അൻഹ, അഞ്ചാമത്തേത് സൈനബ് ബിൻത് ഖുസൈമ, ആറാമത്തേത് സൈനബ് ബിൻത് ജഹ്ഷ് അല്ല അഞ്ചാമത്തേത് ഉമ്മു സലമ ಅಂತ ചൊന്നെ, ആറാമത്തേത് സൈനബ് ബിൻത് ഖുസൈമ, ഏഴാമത്തേത് സൈനബ് ബിൻ ജഹ്ഷ്, എട്ടാമത്തേത് ജുവൈരിയ റളിയല്ലാഹു അൻഹ. അങ്ങനെ നബി അതെ ನಾನು പഠിച്ചൊന്ന പോലെ ബർറ ചൊന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കരെ ജുവൈരിയ ചൊന്തു പേര് ചേഞ്ച് ആക്കി. അങ്ങനെ ഇതെന്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുവൈരിയ റളിയല്ലാഹു അൻഹ മങ്ങിലാവു കാರಣ കൊറിയ ഈ ഇസ്ലാമിക്കരെ എതിർക്കறாங்க, നബിയെ എതിർക്കறாங்க, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണു പിടുത്തക്കാരൻ ചൊന്തു നടക്കறாங்க. അങ്ങ് ചൊല്ലുற എന്തരെ ജുവൈരിയ റളിയല്ലാഹു അൻഹ ചന്ത നോക്കിയിട്ട് നബി ബൂന്തും അല്ലേ, അങ്ങനല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ಅದರ പേരുള്ള ഒരു ഹിക്മത്ത് ഉണ്ട്.
കാരണം ബനു മുസ്ലക് ഗോത്രത്തെ ലീഡറായിട്ടുള്ള ഒരാളുടെ മോലായിട്ടിക്കറ് ജുവൈരിയ റളിയല്ലാഹു. അണ്ടത്തെ കാലത്തിൽ ഒരു ഇതിന് എന്തൊരു സമ്പ്രദായം പരസ്പര ശത്രുവായിട്ടുള്ളങ്ങ അങ്ങനെ നടുಲು ഒരു സുലുഹ ആക്കുന്നുണ്ടായെങ്കിൽ അപ്പുറത്തെ ഗോത്രത്തെ അറിയപ്പെട്ട ആൾമാരുടെ മൂലം മങ്ങിലായുണ്ടായെങ്കിൽ ആ ഗോത്രത്തങ്ങേടി എന്താ അവിടാറ് സുലുഹ അവിടാറ്. അത് ചെമ്മ ഉദാഹരണം നമുക്ക് കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിക്ക് വന്നോളൂ ഒരു പെണ്ണുങ്ങളെ വിശേഷം തിന്ന ആറേ അല്ലേ ഏത് പെണ്ണുങ്ങളെ വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങിലായപ്പ ആ ഗോത്രത്തങ്ക് ഒരു കരുണ ബന്നി ഏത് സൈനബ് ബിൻത് ഖുസൈമ അല്ലേ ഖുസൈമ സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ മങ്ങിലായപ്പ ആ ഗോത്രത്തങ്ക് ഒരു കരുണ ಬಂತು. പ്രത്യേകിച്ച് ഖാലിദ് ഇബ്നു വലീദ് ഇങ്ങെಲ್ಲ ഭയങ്കര ശത്രുവായി തിന്നങ്ങ. അപ്പൊ സൈനബ് ബിൻത് ഖുസൈമ അങ്ങനെയുള്ള റിലേഷൻ ആയിട്ടിക്കറ്. അപ്പൊ ആ ഒരു കാരണത്തിൽ ആ ഗോത്രത്തങ്ക് മുസ്ലിമീങ്ങളൊಟ್ಟಿಗೆ ഒരു കരുണം ഒരു എന്താ ಬಂತು ಸಾಫ್ಟ್ನೆಸ್ ಬಂತು. അതേപോലെ ഇതേറ്റിക്കറ് സൈനബ് ഇയാൾ ജുവൈരിയരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹിളായപ്പ സംഭവിച്ചെന്തരെ ബനു മുസ്തലഖ് ഗോത്രത്തെ അടിമമാരാക്കിയിട്ട് ഇങ്ങെಲ್ಲ പിടിച്ചു തിന്നാറ് സഹാബിരങ്ങല്ല അങ്ങനെ കയ്യിൽ ഒരു അടിമമാരല്ല ഇന്നാറ്. അങ്ങനെ ഇത് വിഷയം കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ മങ്ങിലയിത്ത് എന്നിട്ട് വിഷയം കിട്ടിയപ്പോ എന്തായിട്ട് ഇനി ജുവൈരിയരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞേരെ ബന്ധുരൻ അങ്ങ് എന്താക്കിയ അടിമയായിട്ട് പിടിച്ചു വെച്ചിരി എനിങ്ങനെ പിടിച്ചു വെച്ചെങ്കിൽ സമല്ല ചൊന്ത അങ്ങ് എന്താക്കിയാർ അങ്ങനെല്ലാവരെ മോചനാക്കിയാർ നിങ്ങൾ പോರು നിങ്ങൾ സ്വാതന്ത്ര്യ. അപ്പൊ എനിക്കിത് ഷോക്കായിട്ട് ഒരു അടിമേരെ മോചനാക്കൃഷ അന്നത്തെ കാലത്തിൽ വെറുതെ ಬಿಡ್ರೆ അത് നിരിക്കുകയാവാത്ത ഒരു വിഷയം. ഒരു അടിമയായിട്ട് ഒരു ആൾ അണ്ടറിൽ ഇന്നെങ്കിൽ വെറുതെ ಬಂತು നീ പോച്ചെന്നെങ്കിൽ അതങ്ങൾക്ക് ഷോക്ക് അവരുടെ വിഷയം. അപ്പൊ എനിക്ക് ഇത് ഷോക്കായിട്ട് എല്ലാവരും സാബിരങ്ങൾ എല്ലാവരും അങ്ങനെ അടിമമാർ എല്ലാവരും അങ്ങ് എന്താക്കിയാർ മോചനാക്കിയാർ. അപ്പൊ ഇതങ്ക് മുസ്ലിമീങ്ങൾ ഈ സ്വഭാവം കണ്ടിട്ട് അങ്ക് ആശ്ചര്യമായിട്ട് അങ്ക് ഷോക്കായിട്ട് അങ്ങനെ ഈ സ്വഭാവം നോക്കിയിട്ട് അതിൽ യാറത്തി ആൾമാർ മുസ്ലിമായ ബനു മുസ്ലിം ഗോത്രത്തെ 100 ചില്ലറ ആൾമാറും മുസ്ലിമായ. അപ്പൊ നോക്കൂ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സ്റ്റെപ്പ് എല്ലാ ആൾമാർക്കും അത് ഹിദായത്തുക്ക് കാരണമായിട്ട് ചൊല്ലുറതായിട്ട് നമുക്ക് കാണാൻ സാധ്യം. പിന്നെ അബ്ബ പണ്ട് ആറ് ഹാരിസ റളിയല്ലാഹു അൻഹു ജുവൈരിയ റളിയല്ലാഹു അൻഹരെ അബ്ബ ഹാരിസ് അയാൾ പണ്ട് മോൾറെ മോചനാക്കും അങ്ങനെ നോക്കുമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങിലായ വിഷയം കിട്ടിട്ട് അതേപോലെ ബനു മുസ്ലിം ഗോത്രത്തെ എല്ലാ അടിമമാരും മുസ്ലിമീങ്ങൾ മോചനാക്കിറാറിന്റെ വിഷയം കിട്ടിട്ട് ഇയാളും എന്താക്കൽ ഇസ്ലാം സ്വീകരിക്കും. അങ്ങനെ ബനു മുസ്ലിം ഗോത്രത്തെ ലീഡർ സ്വീകരിക്കരോട് കൂടിയിട്ട് ആ ഗോത്രത്തെ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചാറ്. അതേപോലെ അങ്ങ ആ റായത്തിಗೆ പോയാറ് മാത്രല്ല അങ്ങനെ കയ്യിൽ പിടിച്ചു വെച്ച എന്തെಲ್ಲ ಗನಿಮತ್ತಿಂತ അതും കൊടുത്താർ മുസ്ലിമീങ്ങെಲ್ಲ റിട്ടേൺ കൊടുത്താർ. അപ്പൊ എന്തുമില്ല ചേഞ്ചസ് ആയ ಅಂದ್ರೆ ಖಾಲಿ അങ്ങ് മുസ്ലിം ആയാറ് മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോൾറെ മങ്ങിലായിത്തിട്ട് മാത്രം വേറെ എന്തും അവിടെ എന്തില്ല ചേഞ്ചസ് ആയില്ല. അപ്പൊ ഇതേ ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഹിക്മത്തിലെ ഭാഗ ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. തമസാക്കിറങ്ങ അങ്ങ് തമസാക്കി വയ്ക്കാറ് മാത്ര യാഥാർത്ഥ്യ ഇതേ ടിക്കറ് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. അതേ ടിക്കർ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലുற ഒരു പൽക്കുണ്ട് ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ എന്തേ ഫമാ അഅലമു ഇംറാതൻ കാനത് അഅലമ ബറകതൻ അലാ ഖൗമിഹാ മിൻഹാ ഒരു കൗമുക്ക് ഇടി ബർക്കത്തായ ഒരു പെണ്ണ് ജുവൈരിയരല്ലാണ്ട് നക്ക് വേറെ ആരും പിടില്ല ഇടി ഒരു കൗമുക്ക് ബർക്കത്തായി പോയി തൈമാണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലുற. അപ്പൊ അത്രമാത്ര മഹത്തിനെ ഒരു പെണ്ണിങ്ങായി തിന്ത് ജുവൈരിയ റളിയല്ലാഹു അൻഹ. അതേപോലെ ജുവൈരിയ റളിയല്ലാഹു അൻഹ റിപ്പോർട്ടാക്കിയ ഹദീസ് പ്രധാനപ്പെട്ട 2-3 ഹദീസ് ഉണ്ട്. ഒന്നാമത്തേത് നമുക്ക് എല്ലാവർക്കും പിടിയുള്ളതായ ഒരു ഹദീസ് എന്തേ ഒർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔത്തരെ ജുവൈരിയ റളിയല്ലാഹു അൻഹ ഔത്തലിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ നിസ്കരിക്കുകയിട്ട് പോയിട്ട് ദുഹാർ ടൈമിലെത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിട്ടേൺ ಬಂತು നോക്കുമ്പോൾ ജുവൈരിയ റളിയല്ലാഹു അൻഹ ദെച്ചോടെಗೆ ഉണ്ട് ആ ಅಂದ್ರೆ നിസ്കാരയിൽ പിന്നുള്ള അദ്കാർ ഇങ്ങനെ ചൊന്നിട്ടു എന്തെല്ലാം അദ്കാർ ഉണ്ട് അതെല്ലാം ഇങ്ങനെ ചൊന്നിട്ട് ഇങ്ങനെ തെച്ചിട്ടുണ്ട്. അപ്പൊ ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേക്കറ് നിങ്ങൾ ഊടെ തെച്ചി തിന്നാറാണ് പോയൽ പിന്നെ പിടിച്ചിട്ട് ഇത്രത്തോളം നിങ്ങൾ ഊടെ തെച്ചി തിന്നാറ്. അപ്പൊ ഇവ ചൊല്ലറ അതെ നാ പോയൽ പിന്നെ പിടിച്ചിട്ട് ഇത്രത്തോളൂ ദുഹാ ടൈം തോളൂ ദിക്റെടുത്തോണ്ടേ നാ ഊടെ മീന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറു 4 കലിമത്ത് നാനിക്ക് പഠിപ്പാട്ട ഈ 4 കലിമത്ത് നീ ചൊന്നെങ്കിൽ നീ ഇത്രത്തോളം ചൊന്ന ദിക്റുക്ക് സമാന ഈ ദിക്റ് അവിടെ ഈ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിക്ർ ആ 4 കലിമത്ത് പഠിപ്പാട്ടി കൊടുക്കുക. ഏതത് സുബ്ഹാനല്ലദി സുബ്ഹാനല്ലാഹുമ്മ വബിഹംദി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാത്തി. ഈ ദിക്ർ ഞങ്ങൾ ചൊന്നിട്ടായെങ്കിൽ അത്രത്തോലുള്ള ആ ദിക്റെങ്കിൽ ಅದಕ್ಕೆ ಸಮಾನ ಈ ತಿಕ್ರಿ ಚೊಂತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಪಡಿಪಾಡಿ ಕೊಡ್ಕೊಡ್ದು ಕಾಣ್ ಅದು ಜುವೈರಿಯ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ആക്കിയ ഹദീസ് തിക്രി. അതേപോലെ ബില്യാസ നോമ്പ് പിടിച്ചെങ്കിൽ ചെന്യാസം നോമ്പ് പിടിക്കുമെന്ന് ചൊല്ലുള്ള ഹദീസ് അതും ജുവൈരിയ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ആക്കിയ ഹദീസ് തിക്രി. ഏതായെങ്കിലും അയിമ ഇസ്ലാമികമായിട്ട് ഭയങ്കര ഖിദ്മത്തെടുത്ത് അതേപോലെ ഇൽമ് പ്രചാരാക്കിയವರು പെണ്ണിങ്ങായി തിന്തു ചൊല്ലതും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യം.
അത് മാത്രമല്ല ബനു മുസ്തലഖ് ഗോത്രത്തെ കാരണത്തിലേക്ക് സൂറത്തുൽ ഹുജറാത്തിലെ ഒരു ആയത്ത് സാധാരണ എല്ലാവരും ഓതുന്ന ഒരു ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅക്കും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. സത്യവിശ്വാസിമാരെ നിങ്ങളുടെ ഒരു ഫാസിക്കുമാർ വന്നെങ്കിൽ നിങ്ങൾ ആ വാർത്ത ഒരു ഫാസിക്ക് വന്നിട്ട് നിങ്ങളുടെ വാർത്ത ചൊന്ന ആ വാർത്ത സമമല്ലേന്നിട്ട് നിങ്ങൾ എന്താക്കണം അറിയണം, നിങ്ങൾ അന്വേഷിക്കണം. അപ്പൊ ഇത് ഈ ബനു മുസ്തലഖ് ഗോത്രത്തെ കാരണത്തിലേക്ക് അവതീർണയിച്ചു ഒരു വിഭാഗ ഉലമാക്കന്മാർ ചൊല്றது കാണ്ട് എന്തൊരു കാരണം അതുക്ക്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് കാസ് എടുക്കുകയിട്ട് ഒരു സഹാബിരെ കടത്തിರು എവിടേക്ക് ബനു മുസ്തലഖ് ഗോത്രത്തോടേക്ക് അങ്ങനെ കയ്യിലെ സക്കാത്ത് കാസ് കൊണ്ടുവരണം. അപ്പൊ ഈ സഹാബി യന്ത്രമാ ഒരു അർസിൻ തങ്ങളൊട്ടിಗೆ. അപ്പൊ ഈ സഹാബി പാതി തീർത്തോൾ പോണ്ട് പിന്നെ പാതിയിൽ പിന്നെ റിട്ടേൺ വന്നിട്ട് നബിയോട് ചൊല്ല അങ്ങ് തന്നില്ല അങ്ങ് സക്കാത്ത് തറാനിട്ട് നന്റെ പെരുവ് കടത്തിയാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അർസ ಬಂತು. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സക്കാത്ത് എടുക്കുകയിട്ട് കുറേ സഹാബിരങ്ങളെ എന്താക്കിತ್ತು കർത്തുക്ക് ഭർത്താവ് പോയി ടിക്കറി ഇങ്ങ വണ്ടി ബനു മുസ്തലഖ് ഗോത്രത്തെ ഹാരിസ് റളിയല്ലാഹു അൻഹും കുറേ ആൾമാർ ഇപ്പുറത്ത് മദീനത്ത് ಬಂತಾಗುತ್ತೆ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കറി ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒക്ക ನಾ ಜಕಾತ್ರ ಪೈಸೆ ಕೇಳ್ಕೊಂಬ ನಿಂಗೆ ತಂಡಿಲ್ಲ ಅಂತ ಚೊన్నారు. ಪೈಲ್ ಚೊಂತು ನಂಗೆ അങ്ങനെ ചൊന്തും ഇല്ല ആರು ಬಂತುം ഇല്ല ചൊന്തു. അത് മാത്രമല്ല നങ്ങമേ നിങ്ങളുടെ ജക്കാത്ര പൈസ തറവായിട്ട് നങ്ങ ഊടിക്ക് വന്നെത്തിരേ ചൊന്തു അങ്ങ് ചൊന്നാർ. അപ്പൊ ഇതിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് നാസിലാക്കി ഒരു ഫാസിക്ക് നിങ്ങളുടെ എന്തേ ഒരു വാർത്ത ಬಂತು ചൊന്നിട്ടായെങ്കിൽ നിങ്ങൾ അത് അന്വേഷിക്കൂ, ഇല്ലാണ്ടായി പിന്നെ കേദിക്കൊനായിട്ട് പണ്ട് ചൊല്ലേ ആ ഒരു സംഭവം നടക്കുക അപ്പ ഇതിക്ക് നമുക്ക് മനസ്സിലാക്കുക സാധ്യം. അതേപോലെ ഇനി നമുക്ക് ചൊല്ലുകൊള്ളുന്നത് ബനു മുസ്തലഖ് ഗോത്ര ನಾನು പഠിച്ചെന്ന പോലെ ബനു മുസ്തലഖ് യുദ്ധയിൽ പിന്നെ ആ ബന്ദിരെ പിടിച്ചോണ്ട് റിട്ടേൺ മദീനത്തേക്ക് പണ്ട് സംഭവത്തിൽ ആ ഒരു സന്ദർഭത്തിൽ രണ്ട് സംഭവം പ്രധാനപ്പെട്ട രണ്ട് സംഭവം നടക്കരുത്. അതിൽ ഒന്നെಂದ್ರೆ മുനാഫിക്കുമാരുടെ ഒരു അവസ്ഥ ನಾನು പഠിച്ചെന്ന പോലെ ആ മുനാഫിക്കുമാർ ഉപ്പദ്രാക്കിടതില് ആ ബനു മുസ്തലഖ് ഗോത്രത്തില് ആ യുദ്ധത്തെ സന്ദർഭത്തിൽ അങ്ങ് ഭയങ്കര ഉപ്പദ്രാക്കിയിട്ടിരുന്നാണ്. സൂറത്തുൽ മുനാഫിക്ക് നാസിലാവുക കാരണം ആ ഒരു കാരണ ടിക്കർ ചൊല്ലതു നമ്മൾ മനസ്സിലാക്കും. എന്താ അത് കാരണം? അതായത് ഇങ്ങനെ റിട്ടേൺ മദീനത്തേക്ക് പണ്ട ടൈമിലും അങ്ങ് ഒരു ജാഗയിൽ ടെന്റ് ഇട്ട് തെച്ചാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാബിരങ്ങ ഒരു ജാഗയിൽ ടെന്റ് ഇട്ട് തെച്ചു. അങ്ങനെ അവിടെ തന്നിയെടുക്കു പോണ്ട സന്ദർഭത്തിൽ മുഹാജിറായ ഒരു സഹാബിയും അൻസാരിയായ സഹാബി ജണ്ടാൽ ഇങ്ങനെ തന്നിയെടുക്കുന്ന സന്ദർഭത്തിൽ അവിടെ എന്താ അങ്ങനെ ജണ്ടാലിന്റെ നടുവിൽ ഒരു പൽക്കയിട്ടാകുമ്പത്തുകു മുഹാജിറായ സഹാബി അൻസാരിയായ ഒരു സഹാബിരെ പെരടികൊരട്ടി അടിക്കിറയൽ. അപ്പൊ അടിച്ചപ്പ അൻസാരിയായ സാഹിബ് കർസ വന്നു. അൻസാരിയായ സാഹിബ് എന്താക്കിയത് യാ അഹ്ലൽ അൻസാർ, യാ അൻസാറുമാരെ ബറു ಅಂತ വിളിച്ചു. അപ്പൊ ഇയാൾ എന്താക്കിയത് യാ അഹ്ലൽ മുഹാജിരീൻ ബറു ചൊന്ത് ഇയാൾ വിളിച്ചു. അപ്പൊ നോക്കൊരു ജണ്ട് വിളി അൻസാറുമാരെ ഇയാൾ വിളിച്ചിട്ട് മുഹാജിറുമാരെ ഇയാൾ വിളിച്ചു. അങ്ങനെ ജണ്ടാലിന്റെ നടുവിലൂടെ ഒരു ടീം ജണ്ടാലിനോ മുസ്ലിം ഇങ്ങനെ നടുവിലേക്ക് സംഭവിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് വിഷയത്തിತ್ತು. അവിടെ ജണ്ടാല് സഹാബിരങ്ങളുടെ നടുവിൽ ഫൈറ്റ് ആയിട്ടുണ്ടു. മുഹാജിറുമാരും അൻസാറുമാരുടെ നടുവിൽ അങ്ങ് ഗലട്ടാക്കി ഉള്ളാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಬೇಗ ಓಡಿಟ್ಟೈಲ್ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കേട്ടെന്തരെ മാ ബാലു ദഅവൽ ജാഹിലിയ, നിങ്ങൾ എന്തിരി ഇത് വിളിച്ചു കളിക്കരി ജാഹിലിയത്ര ബിലിയ നിങ്ങൾ വിളിച്ചോല്ല എന്ത്ര അവസ്ഥ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടിಗೆ കേൾക്കരുത് നമുക്ക് അവിടെ കാണും. അങ്ങ് വിളിച്ചതേറ്റിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ಯಾರ ಅರ್ಸ ಬನ್ನಿ ನೋಕರು ಅಂಗಲೆ ಜಂಡಾಲ ನೋಡ್ಲು ಅಂಗ ಏ ಮದೀನತ್ತಂಗಂಟಲ್ಲ ಬಿಲ್ಚೆ ಅಲ್ಲ ಇಂಗ ಮಕ್ಕತ್ತಂಗಂಟಲ್ಲ ಬಿಲ್ಚೆ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസാക്കിട്ട് കൊടുത്തതായ ഒരു ടൈറ്റിൽ അല്ലെ മുഹാജിർമാരും അൻസാറുമാരും ചൊന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രശംസിച്ചു കൊടുത്തതായ ഒരു ടൈറ്റിൽ എത്തിക്കരുത്. ആ ടൈറ്റിലിന്റെ പേരിൽ ഇങ്ങെന്താക്കിയാറ് കക്ഷിത്വ കാട്ടിയാൽ ഒരേ ആദർശത്തിലുള്ളങ്ങ ഒരേ ഒട്ടിಗಿನ್ನങ്ങ മുസ്ലിമായിട്ടുള്ള ഒട്ടിಗೆ ഇട്ടിക്കറങ്ങ അങ്ങെന്താക്കിയാറ് പരസ്പര കക്ഷിത്വ കാട്ടിട്ട് മുഹാജിർമാരണങ്ങ അൻസാറുമാർ ചൊന്തിങ്ങ ಬೇರೆ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജാഹിലിയത്ര ബിലിന്റെ എത്തിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಅದಕ್ಕೆ അങ്ങനത്തെ ഒരു ജാഹിലിയത്ര ഒരു പൽക്ക ഞങ്ങളെ ബായിലാവട്ടു ഞങ്ങളെ സ്വഭാവത്തിലാവട്ടു കാണുക തീരാത്. അത് ഞങ്ങൾ ഭയങ്കര ജാഗ്രതാക്കുന്ന ഒരു വിഷയം എത്തിക്കരുത്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നിട്ടാകുമ്പോൾ അങ്ങ് പിന്നെ അവിടെ എന്താണ് പിന്നെ അവിടെ സുൽഹാവും അവിടെ പിന്നെ അങ്ങ് ഒട്ടിക അവിടെ ഈ ഇതിരെ ഫായിദ ആരെടുത്താർ മുനാഫിക്കുമാർ ഫായിദ എടുത്താർ. അവിടെ കുറേ മുനാഫിക്കുമാർ നിன்று നോക്കി എന്നാണ്. അപ്പൊ ഇങ്ക് ഇത് ഫൈറ്റ് ആയില്ലല്ലേ ഇത് എതിർ പോയില്ലല്ലേ ചൊന്ത് ഇങ്ക് എന്തായിത്തൂടെ കത്ത് സുറൈത്ത്. അപ്പൊ ഇതിലെന്താക്കുന്നു എന്തെങ്കിലും ഒന്ന് കത്തുപാട്ടോനല്ലേ അപ്പൊ ഇത്തിക്കർ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്താക്കിയേ അൻസാറിയായ ആ സഹാബിരൊട്ടി പിടിച്ചെന്നെ കണ്ടില്ലേ നിങ്ങളെ ചൊന്തല്ലേ ഇങ്ങനല്ലായേ അങ്ങ മക്കത്തെ കൂടെ മദീനത്ത് വന്ന് നിങ്ങൾ അങ്ങ് ഹെൽപ്പ് ആക്കിയിട്ട് അതേപോലെ നിങ്ങളെല്ലാം സൗകര്യമാക്കി കൊടുത്തു ഇപ്പൊ നിങ്ങളെ പെരടിಗೆ അടിക്കാനായിട്ട് ಬಂತല്ലേ ചൊന്തി ഓ എന്താക്കിയ അവിടെ കൂന്തി കൊടുത്ത ಎಲ್ಲ നിങ്ങളെ ചൊന്തായത് നിങ്ങൾ അണ്ടേ നിങ്ങൾ ഇതാക്കി തിന്നിനെ ഇങ്ങനെ ആക്കുന്നു അങ്ങനെയുള്ള കുറേ പൽക്ക വര ലാസ്റ്റിക്ക് ചൊന്നു എവിടുത്തോൾ ചൊന്നെങ്കിൽ സമ്മി കൽബക യഅകുലുഹ നിങ്ങ ബൽക്കതായ നായി നിങ്ങളുമേ കടിച്ചിത്ത് അവിടുത്തോളം ചൊന്നു നോക്കൂ സഹാബിരങ്ങളും ആ ഒരു വിശേഷണ ചൊന്തു ഇതാക്കരുത്. ഒരു നായി നിങ്ങൾ ബൽക്കത ആദ്യമേ അത് നിങ്ങളെ കയ്യിലമേ
കടിച്ചുവിട്ടു ചൊന്നു. അത് മാത്രമല്ല അവൻ ചൊന്നല്ല ലഇൻ റജഅനാ ഇലൽ മദീനത്തി ലഅഖ്റുജന്നൽ അഅസ്സു മിൻഹൽ അദൽ. ഞങ്ങ റിട്ടേൺ മദീനത്തുക്ക് പോയെങ്കിൽ ഇസ്സത്തുള്ള ഞങ്ങ അങ്ങ ചൊന്ന അവൻ ചൊന്ന ഇസ്സത്തുള്ള ഞങ്ങ ദില്ലത്തുള്ള ഞങ്ങളെ ഞങ്ങ പുറത്താക്കുറാൻ. ആരെ മുസ്ലിമീങ്ങളെ ഞങ്ങ പുറത്താക്കുറാൻ. അപ്പൊ ഇത് കേട്ടു ഇന്ന് ഒരു സഹാബി സയ്യിദ് അർഖം. ആ സഹാബി ചമ്മ വയസ്സായ സഹാബി എന്തല്ല 8 ഒലിമ്പ് വയസ്സുള്ള ചെറിയ സഹാബി. ആ കിടാവും സയ്യിദ് അർഖം ഈ പൽക്കെല്ലാം കേട്ടിട്ട് ഉബൈ ഇബ്നു സലൂൽറെ ഈ പൽക്ക കേട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ ഇയാൾ എന്താക്കിയിട്ട് സീദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട പോയിട്ട് നബിരൊട്ടിക്ക് ചൊന്തു. അബ്ദുല്ലാഹ് ഇബ്നു സലൂൽ ഇങ്ങനെ പൽക്ക പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ കീഴാക്കിയിട്ട് പൽക്ക പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ചൊന്തു മദീനത്തുക്ക് പോയാൽ പിന്നെ ഞങ്ങളെല്ലാവരും പറത്തിയിടാണ്ട് അവൻ ചൊന്ന. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട് ഉബൈ ഇബ്നു സലൂൽറെ ബിൽപാട്ടി അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽറെ ബിൽപാട്ടി കേടുത്ത് ഒക്കെ നീ ഇങ്ങനെയുള്ള ചൊന്നി ഇതെല്ലാം സമമാണ് കേട്ടത്. അവൻ എന്താക്കിയ സത്യ പിടിച്ചു ನಾನು അങ്ങനെ ചൊന്തേ ഇല്ല. ಅದು ಅಂದ್ರೆ ನಾ ಚೊಂತಿಲ್ಲ ಅಂತ ಮಾತ್ರ ಅಲ್ಲ ಅಲ್ಲಾಹ್ರ പേരിൽ സത്യ പിടിച്ചു ചൊന്ന. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായിട്ട് എന്താക്കിയിട്ട് അവന്റെ സത്യ പിടിക്കൽ നബി നമ്പിത്ത് അവന്റെ പൽക്ക നമ്പിത്ത്. അതേ ക്രിയാൽ ചൊല്ല സയ്യിദ് ഇബ്നു അർഖം ചൊല്ല ഫകذبني റസൂലുള്ളാഹ് നന്റെ റസൂൽ കലവാക്കിത്ത് ഫസദ്ദഖഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്പെടുത്തി. നക്കದು ഭയങ്കര ಬೇಜಾರಾಯಿತು. ಆ ಸಹಾಬಿ ಚೊಲ್ರೆ ನಕ್ಕದು ಭಯಂಕರ ಬೇಜಾರಾಯಿತು. ನಾನು അവിടെ പോയിട്ട് ನನ್ನ ಟೆಂಟ್ പോയിട്ട് ನಾನು ದೆಚ್ಚಿಟ್ಟು ಬುಲ್ಪುಟ್ಟೆ. ಅಪ್ಪ ಇತಿಕರ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ತಆಲ ಸೂರತುಲ್ ಮುನಾಫಿಕೂನ್ ನಾಜಿಲಾತ. ಇದಾ ಜಾಅಕಲ್ ಮುನಾಫಿಕೂನ ഖാലൂ ನಶ್ಹದು ಇನ್ನಕ ಲರಸೂಲುಲ್ಲಾಹ್. നബിയെ മുനാഫിക്കുമാർ ಬಂತು നിങ്ങൾട്ടിಗೆ ചൊല്றாரு ഞങ്ങൾ നിങ്ങളെ റസൂൽ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടു സാക്ഷി വെക്கிறார். വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല വിടുന്ന മുനാഫിക്കുമാർ കളവ് ചൊല്றாங்க. പിന്നെ അങ്ങനെ ഒരു സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു തആല ആ സൂറത്തിൽ എടുത്തു ചൊല്றது കാണും. മാത്രമല്ല അവನು ചൊന്ന അതേ പൽക്കത്തെ അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ എടുത്തു ചൊല്றല്ലേ ലഇൻ റജഅനാ ഇലൽ മദീനത്തി ലഅഖ്റുജന്നൽ അഅസ്സു മിൻഹൽ അദൽ വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവും അവന്റെ റസൂലുവും മുഅ്മിനുമാർക്ക് ഇത്തിക്കറി ഇസ്സത്തുല്ലേ അവനുകല്ല. അങ്ങനെ ഒരു പൽക്ക ഒരു സ്വഭാവത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ആയത്ത് നാസിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദ് ഇബ്നു അർഖം ബിൽപാട്ട് സയ്യിദ് ഇബ്നു അർഖം ബണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ഇബ്നു അർഖംറെ തല പിടിച്ചിട്ട് തലക്ക് മുത്തു കൊടുത്തു ചൊല്റു ഫസദ്ദഖ ഇന്നല്ലാഹ ഖദ് സദ്ദഖക യാ സയ്യിദ്. അല്ലാഹു സുബ്ഹാനഹു തആല നിന്റെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. ആര് നിന്റെ സത്യപ്പെടുത്തില്ലെങ്കു അല്ലാഹു സുബ്ഹാനഹു തആല നിന്റെ സത്യപ്പെടുത്തിയിട്ട് അതുമായി ഒന്നിക്ക് സർട്ടിഫിക്കറ്റ് അല്ലാഹു സുബ്ഹാനഹു തആല ആ ആയത്ത് നാസിലാക്കു കൂടി സയ്യിദ് ഇബ്നു അർഖം ചൊല്ലെ അണ്ടത്തത്ര ക്വസ്റ്റ്യനക്ക് വേറെപ്പം മൈത്തില്ല. അപ്പൊ അതേ ടിക്കർ ഈ ഒരു മുനാഫിക്കുമാർ ഈ സൂറത്തുൽ മുനാഫിക്ക് നാസിലാവുകല്ലേ ഒരു കാരണം. അതേപോലെ അവിടെ മുനാഫിക്കുമാർ ഉണ്ടാക്കിയതായ ഫിത്നത്തെ സംഭവ നമുക്ക് കാണാൻ സാധ്യം. അതിൽ പിന്നെ തീർത്തില്ല, അവിടേക്ക് തീരില്ല. ഈ ഇതെല്ലാം സംഭവമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴൊക്കെ മദീനത്തിക്ക് ಬೇಗ എത്തിരാണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കറ് സീദാ ഔഡർ പിന്നെ എണിപ്പാട്ടിട്ട് സഹാബിരങ്ങളെ നടപ്പാട്ടർ അങ്ങ് പോയി. അങ്ങനെ എവിടെയും റെസ്റ്റ് എടുക്കാണ്ട് 2-4 ഇടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട് എത്ര ಬೇಗ മദീനത്തിക്ക് എത്തുകയായിട്ട് ട്രൈ ആക്കറി. ലാസ്റ്റ് മദീനത്തെ മുട്ടുമുട്ടെത്തുമ്പോൾ ഒരു ജാഗയിൽ അങ്ങ് നിക്കോനായിട്ട് ಬಂದು അങ്ങനെ അങ്ങ് അവിടെ എന്താക്കാറ് നിൽക്കാറ്. അപ്പൊ ഈ ഹാദിസത്തുൽ ഇഫ്ക് സംഭവിക്കുക ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വ്യഭിചാര ആരോപണം സംഭവിക്കരെ അവിടെ എത്തിക്കുക. അതും മുനാഫിക്കുമാർ എന്താക്കരെ തീ കൊടുക്കുന്നത് എത്തിക്കിറക്കാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആ ഒരു സംഭവത്തെ നമുക്ക് വിശദീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല സത്യത്തെ സത്യമായിട്ട് കാണുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തെ അത് സമത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ കിട്ടതായ പാഠത്തെ ഞങ്ങളുടെ ജീവനത്തിൽ കൊണ്ടുവരുക ഞങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് തപ്പർ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് മാഫാക്കി തരട്ടെ. ഞങ്ങളെല്ലാവരും അല്ലാഹു സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലാക്കി തീർക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഫ്വാൻ ഇബ്നുൽ മുഅ്തൽ അസ്സലമി റളിയല്ലാഹു അൻഹു അയാൾ ഇങ്ങനെ അയാളുടെ വണ്ടിൽ ഇങ്ങനെ ബന്തി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പെണ്ണിങ്ങ അയാൾക്ക് സഡൻ ഷോക്ക് ആവും. അയാൾക്ക് നോക്കിയിട്ടേ പിടിയിട്ട് ഇത് ആയിഷ റളിയല്ലാഹു അൻഹ ഇട്ടിക്കരുത്. ആയിഷ റളിയല്ലാഹു അൻഹ ആ ഹദീസിൽ ചൊല്ലു ഇജാബർ ആയത്ത് നാസിലാവരേക്ക് മുന്നಲು സഫ്വാൻ ഇബ്നുൽ മുഅ്തൽ ഇയാള് നന്റെ നോക്കി തിന്ന സബൽ അയാൾക്ക് എന്താ ഇത്തിത്ത് നന്റെ ഗുർത്ത കിട്ടിത്തെന്ത്. അങ്ങനെ അയാൾ നോക്കിയപ്പമേ ഇത് ആയിഷ റളിയല്ലാഹു അൻഹ അയാൾക്ക് ഗുർത്ത കിട്ടിത്ത്. അപ്പൊ അയാൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലു. ആ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊന്നത് കേട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ എസാർത്തൈത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ദച്ചവിടെ എന്താക്കി തിന്ത് വർങ്ങി തിന്ത്. അങ്ങനെ ഇയാൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലത് കണ്ടിട്ട് കേട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ എസാർത്തൈത്ത്. സഫ്വാൻ റളിയല്ലാഹു അൻഹു മുട്ട ಬಂತು ಒಂಟೆರೆ ಕೀಲಾಕಿ ಕೊಡ್ಕರು ಒಂಟೆರೆ ದೆಪ್ಪಾಟ್ರು ಸಫ್ವಾನ್ റളിയല്ലാഹു അൻഹു അപ്പുറം പോണു. ആയിഷ റളിയല്ലാഹു അൻഹ പിടിയിട്ട് ഇത് വണ്ടില് ഡേക്കോക്ക് ചൊല്ലറേ. അങ്ങനെ വണ്ടിരെ മേൽ പത്തിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ദച്ചയിൽ പിന്നെ സഫ്വാൻ റളിയല്ലാഹു അൻഹു ಬಂತು ആ വണ്ടിരെ നിപ്പാട്ടിട്ട് അതിന് മൂക്കുകളെ ബല്ലി പിടിച്ചിട്ട്
കൂട്ടിയ പോണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ சொல்றே ഫവല്ലാഹി മാ കല്ലമനി കലിമത്തുൻ. സഫ്വാൻ റളിയല്ലാഹു അൻഹു അല്ലാഹു വൈത്തിക്കർ സത്യ ഒരേ ഒരു പൽക്ക നന്നിട്ട് ആ ടൈമിൽ പൽക്ക അറിഞ്ഞിട്ടില്ല. എന്തെല്ലാണ്ട് വലാ സമിഅതു മിൻഹു ഷൈഅൻ ഗൈറ ഖൗലഹു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാണ്ട് വേറെ ഒരു പൽക്കും അയാളുടെ ബായിൽ നിന്ന് നാ കേട്ടിട്ടില്ല. ആന കൂട്ടിയ പോയിട്ട് ഇങ്ങ ഒരു ദുഹാ ടൈം ആകുമ്പോഴത്തേക്കു ദുഹാ ടൈം ആകുമ്പോൾ സന്ദർഭത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ അങ്ങ് കണ്ടുമുട്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യ ദൂരത്തിൽ അങ്ങ് കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റങ്കും ഇങ്ങനെ കാണ്ട് ഇങ്ങ പെറുത്തിരിഞ്ഞ് നോക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹും സഫ്വാൻ റളിയല്ലാഹു അൻഹു ജണ്ടാൽ ഇങ്ങനെ വന്നോ ഉള്ളാർ. സൈന്യത്തെ പെറവുലുല്ലങ്ങാറ് മുനാഫിക്കുമാർ. അപ്പൊ പെറവുലുല്ലങ്കൈത്തിക്കർ ഫസ്റ്റ് കാണ്ടി. അപ്പൊ ഈ സന്ദർഭത്തെ അങ്ങ് എപ്പം ഫിത്നാക്കുകയും ഫസാദാക്കുകയും നോക്കി ഇന്ന ആൾമാർ മുനാഫിക്കുമാർ. അതിൽ പ്രത്യേകിച്ചിട്ടാറ് അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ അങ്ങനെ മുനാഫിക്കുമാർ ഇത് നോക്കിയിട്ട് കുസു കുസു ആക്കു സ്റ്റാർട്ടാക്കിയ. സാധാരണ നാളറായത്തിൽ ഒരു വിഷയം എന്തേ ഒരു ചെറിയ കിട്ടിയെങ്കിൽ അതിൽ പെറവിൽ എന്തിനാ നടന്നേ, അതിൽ എന്തിനാ സംഭവം എന്തും അന്വേഷിക്കില്ല. അതേപോലത്തെ സ്വഭാവത്തിക്കർ മുനാഫിക്കുമാർ രണ്ടും മുനാഫിക്കുമാരെ സ്വഭാവമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു ചൊല്ലുന്നതും അതും അതുവേ